ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെങ്കിലും നമ്മൾ റീഡിങ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു സിങ്ക്രണിസിറ്റി ആയിട്ട് ഒരു സൈനായിട്ടാണ് കാണുന്നത്. പക്ഷെ പലപ്പോഴും അതൊരു ഫോഴ്സ്ഡ് സൈനായിട്ട് മാറുന്നു. അതെന്താണ്? ശരിക്കും നിങ്ങൾ കാണുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്ന ഏഞ്ചൽ നമ്പേഴ്സ് ആണോ, അതോ നിങ്ങളായിട്ട് സൃഷ്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ? അതിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യം തന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമ്പർ 1 ആണ്, ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1, ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 2, ആൻഡ് ഓഫ് കോഴ്സ് ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 1 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നിട്ട് വേൾഡ് കാർഡാണ്. സോ ഈ ഒരു സന്ദേശം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അടുത്തിടെയായിട്ട് ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നു, ടെൻഷൻ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം കുറച്ച് നാളായി തുടങ്ങിയിട്ട് അത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തീർക്കണം എന്ന് വിചാരിക്കുന്നു, എങ്ങും എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം, നിങ്ങളുടെ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളൊരു മ്യൂച്വൽ ഡിവോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നതാവും, കാര്യങ്ങൾ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു വിവാഹം ഒത്തിരി ശ്രമിക്കുന്നു, അതൊരു പര്യവസാനത്തിലേക്ക്, അതായത് വിവാഹത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഒന്നിന്റെയും അതിന്റെ ഫൈനൽ സ്റ്റേജിൽ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ സ്റ്റേജ് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നിങ്ങൾ പതിയെ എത്താണ് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു കാർഡ് വഴി നമ്മൾ തരുന്ന സന്ദേശം. സോ പിന്നെ ചില ആളുകൾ നിങ്ങൾ ഇനി അതൊരിക്കലും സംഭവ്യമാകില്ല, ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെയുള്ള ചിന്തയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയിട്ട് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് വേവലാതിപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. കുറച്ചുകൂടി ക്ഷമയോട് കൂടിയിട്ടിരിക്കുക. ആ ഒരു ആഗ്രഹം, ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് എന്നുള്ളത് കൂടിയിട്ടാണ്. ഒരു ഹാപ്പി എൻഡിങ് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിരാശ കൈവെടിയുക, നിരാശരാവാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്, അമിതമായിട്ടുള്ള ചിന്ത ഒഴിവാക്കുക. പിന്നെ ആ ഒരു കാര്യം എന്താണോ അതിനെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഒഴിവാക്കുക. നിങ്ങൾ അതിനുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി എന്റെ റിസൾട്ട് വരുന്നത് നിങ്ങളുടെ കൈകളിലല്ല എങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റ് കർമ്മത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി ഇനി നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജിനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി 3rd പൈലിന് ശേഷം നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്കാണ് കിടക്കുന്നത്. നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പറൻസ് എനർജിയാണ്. സോ ലൈഫിൽ നിങ്ങൾ ബാലൻസ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അനിവാര്യം ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതായത് ചിലപ്പോൾ നിങ്ങളൊരു ജോലിയിലായിരിക്കും, ജോലി കണ്ടിന്യൂ ചെയ്യണോ, ബിസിനസ്സിലേക്ക് ഇറങ്ങണോ, അത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇനി അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് വിട്ടിട്ട് ജോലിയിലേക്ക് ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി വെടിഞ്ഞ് കുടുംബത്തിന്റെ കാര്യം നോക്കി മുമ്പിലോട്ടേക്ക് പോകണമോ, അതായത് നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, മനസ്സമാധാനമില്ല, കാര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചിന്ത വരുന്നുണ്ടെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒന്നാണ്. കുടുംബം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണോ ഇത് പറയുന്നത്? കാരണം നിങ്ങൾക്കിപ്പോൾ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ത്യജിച്ച് കുടുംബത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല അതായത് നിങ്ങൾക്ക് ഇഷ്ടം, അതായത് നിങ്ങളുടെ മാനസികമായിട്ട് ഒരു ത്യാഗം ചെയ്യുന്നത് പോലെ അല്ലാതെ നിങ്ങളുടെ പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിൽ ഒരു ശതമാനം പോലും നിങ്ങളുടെ മനസ്സിൽ
ഇനി ജോലി ഇല്ലല്ലോ അല്ലെങ്കിൽ ഈ ബിസിനസ് കൊണ്ടോ അങ്ങനെ ഒരു ചിന്ത ഇല്ല എങ്കിൽ അതിലേക്ക് പോവാം. അല്ലാത്ത പക്ഷം നിങ്ങൾ കുടുംബവും ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ അത് മെയിനായിട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും തുടക്കത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പം ഒരാൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതേപോലെ ദൂരസ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ ട്രെയിനിനൊക്കെ പോകുന്നുണ്ടാവാം. ചിലപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പോയി 8 മണിക്ക് ജോലി സ്ഥലത്തെത്തുക, തിരിച്ചു വരുമ്പോൾ ജോലി നിർത്തിയാലോ അല്ലെങ്കിൽ കാരണം വീട്ടിൽ സമയമില്ല എന്നൊരു ചിന്തയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു കാലത്ത് അന്ന് നിർത്തിയില്ലായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ നിങ്ങൾ വരരുത്. കാരണം പിന്നീട് നിങ്ങളുടെ അതേപോലെ ജോലി ചെയ്തിരുന്ന വ്യക്തികൾ നല്ല മാനേജറൽ പൊസിഷനിൽ റിട്ടയർ ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്നുമല്ലാതിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ പോവുക. പിന്നെ ബാലൻസ് എന്ന് പറയുന്നത് അത് നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതേപോലെ ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾ എളുപ്പ പരിപാടിയായിരിക്കും നോക്കുക, ജോലി അങ്ങോട്ട് കളഞ്ഞാൽ എളുപ്പമാണല്ലോ, ഫാമിലി സപ്പോർട്ട് കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കുക സിറ്റുവേഷൻസ് എന്നുള്ളതാണ്. കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളതാണ്. ലൈഫിൽ ഒരു ഹാർമണി, ഒരു സന്തോഷം, ബാലൻസ് ഒക്കെ വരണമെങ്കിൽ നിങ്ങൾ അത് ചിന്തിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഇതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സിന്റെ, അതായത് നമ്മൾ സാധാരണ പറയുന്ന ജസ്റ്റ് ഏഞ്ചൽ നമ്പേഴ്സ് എന്നുള്ളതല്ല, ഫോഴ്സ്ഡ് ഏഞ്ചൽ നമ്പേഴ്സിനെയും കാര്യങ്ങളെയും കുറിച്ചിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുക 3rd പൈലിന് ശേഷം. ഓക്കെ, ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. കാർഡ് നമ്പർ 3. കാർഡ് നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഫൈനലി നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഹീലിംഗ് ടൈം അത്ര എളുപ്പമുള്ളൊരു സമയം ആയിരിക്കില്ല. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സന്തോഷം തരുന്ന കാര്യമാണ്. ഫൈനലി നമ്മൾ ഹീൽ ചെയ്യുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഒത്തിരി ട്രോമാസ് ഒക്കെ അനുഭവിക്കുന്നവർ, ചില ആളുകളിൽ ചെറിയൊരു ട്രോമ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഹീൽ ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആകും. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ട്രോമയായിരിക്കും, ചൈൽഡ്ഹുഡ് ട്രോമ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിനെ മറികടക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് വേണ്ടി വരും. അപ്പം അതായത് ഇന്നർ വർക്ക് ഒത്തിരി വേണ്ടി വരുന്ന സമയമാണ്. അപ്പം ഈ ഇന്നർ വർക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ ഹീലിംഗ് നടക്കില്ല. നിങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഇപ്പം ഫിസിക്കലായിട്ടുള്ള ഇതിൽ നമ്മൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും, മാറും. അത് എളുപ്പ പരിപാടിയാണ്. കാരണം ഡോക്ടർ ഇത് പറയും, ഇന്ന മരുന്ന്. നിങ്ങൾ ഒരാളൊരു കാര്യം ഇൻസ്ട്രക്ട് ചെയ്ത് വായിൽ കൊണ്ട് വെച്ച് തരുന്നു എന്ന് പറയുന്ന പോലെ ചില ആളുകൾക്ക് മരുന്ന് ഡോക്ടർ എഴുതി കൊടുക്കും, അത് എടുത്ത് കൃത്യസമയത്ത് കൊടുക്കാനും ആളുകളുണ്ടാവും. അതായത് വായിൽ തന്നെ എല്ലാം നമ്മൾ പറയില്ലേ, സിൽവർ സ്പൂണിൽ എല്ലാം വായിൽ വെച്ച് കൊടുക്കുന്ന സ്പൂൺ ഫീഡിങ് എനർജിയാണ്. ആ ഒരു സിറ്റുവേഷനിലല്ല ഈ ഹീലിങ്ങിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഹീലിംഗ് സംഭവിക്കില്ല. അഥവാ നിങ്ങൾക്ക് ഇമോഷണലി മെന്റലി എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണാം. അവിടെയും ചിലപ്പോൾ മരുന്നുകളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മെന്റൽ എക്സസൈസസ് പറയുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ട്രോമ, നിങ്ങളുടെ ഇമോഷണൽ ഹീലിംഗ് നടക്കണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾ അതിന് വേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യണം. എങ്ങനെയാണ് ഹീൽ ചെയ്യുക, എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? ക്രിസ്റ്റൽ ഹീലിംഗ് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ വഴി ഹീലിംഗ് ചെയ്ത് പല തരത്തിലുള്ള ഹീലിംഗ് ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും, ഒരു വലിയ കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന ഒരു വലിയ സിറ്റിയിൽ ചെയ്തിരുന്ന ആളുകൾ പലപ്പോഴും അവരുടെ മാനസികമായിട്ട് അവർക്ക് ഒരിക്കലും തൃപ്തി ലൈഫിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവരൊരിക്കലും മാനസികമായിട്ട് സന്തോഷം തരാതെ പലരും ഓഫ് ഗ്രിഡിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ ദൂരെ വിദേശ രാജ്യങ്ങളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളും നാട്ടിലും ചെയ്യുന്നവരുണ്ട്. പുറത്ത് ഏതെങ്കിലും ദൂരസ്ഥലത്ത് പോയി ചെറിയൊരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാറി താമസിച്ചിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തൊരു ജീവിതത്തിലേക്ക് കടക്കുക. അത് അവർക്ക് ഒത്തിരി പീസ് ഓഫ് മൈൻഡ് തരുന്ന കാര്യമായിരിക്കും. അതിനർത്ഥം നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് ഈ പറയുന്ന സിറ്റുവേഷൻ അല്ല നിങ്ങൾക്ക് ബാധകം ആകുന്നത്, മറിച്ച് മറ്റെന്തൊക്കെയോ ആണെങ്കിൽ നിങ്ങളൊരു ക്രിസ്റ്റൽ റേക്കി ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, ഹീലിംഗിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഓക്കെ, അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത്. ഇനി നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ്, ഫോഴ്സ്ഡ് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ കണ്ടിന്യൂ വാച്ചിങ്. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്
ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്കൊരു കാർഡ് എടുക്കാം. സോ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, സോ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പറയാറില്ല. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട്. അതായത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ 111 222 ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 111 222 നമ്പേഴ്സാണ്. അപ്പോൾ പലരും പറയാറ് ഞാൻ ഈ നമ്പർ സ്ഥിരമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഇന്ന നമ്പർ കാണുന്നു, ഇന്ന നമ്പർ കാണുന്നു. അതിനെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഏഞ്ചൽ നമ്പേഴ്സ് ആൻഡ് സിങ്ക്രോണിസിറ്റി സയൻസിനെ ഒക്കെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഏഞ്ചൽ നമ്പേഴ്സ് എന്താണ്, അത് എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻസ് ഇപ്പോൾ 111 222 തുടങ്ങി 99 വരെയുള്ള നമ്പേഴ്സ് കാണുമ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജനറൽ ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ റീഡിങ്സ് ചെയ്യുമ്പോൾ തന്നെ ജനറൽ റീഡിങ്ങിന് നമ്മൾക്ക് ഒരു പരിധി വരെ എല്ലാവർക്കും ഉള്ള റീഡിങ്സ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളതല്ല. അതിന് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്താലാണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും 111 കണ്ട ഒരേ ഫലമായിരിക്കില്ല. ബിഗിനിങ്സ് നമ്മൾ ജനറലി പറയും ന്യൂ ബിഗിനിങ്സ് എന്നുള്ള രീതിയിൽ, പുതിയ തുടക്കം. അതേപോലെ ഓരോ നമ്പേഴ്സിനും ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ 444 അല്ലെങ്കിൽ കുറച്ച് സ്റ്റെബിലിറ്റി വരുന്ന ലൈഫിൽ, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് ആണോ, നോർമൽ നിങ്ങൾ കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ് ആണോ, അഥവാ ഫോഴ്സ്ഡ് ഏഞ്ചൽ നമ്പേഴ്സ്? അതായത് പലപ്പോഴും ഈ ഏഞ്ചൽ, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ 111 ആയിരുന്നു, 1111 ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് നമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്പേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമ്പർ കണ്ടു, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 111 കണ്ടു. അപ്പോൾ നമ്മളത് ഏഞ്ചൽ നമ്പർ എന്നുള്ള രീതിയിലായി. ഇങ്ങനെയുള്ള നമ്പേഴ്സ്, സിങ്ക്രോണിസിറ്റി സയൻസ്, ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ്, ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഓവർ റേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഉള്ളത് കൊണ്ടും അല്ലാതെയൊക്കെ ഒത്തിരി ഓവർ റേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പലരും ഈ ജസ്റ്റ്, അതായത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്പേഴ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ നമ്പർ കാണുമ്പോൾ നമ്മൾ ഇനി ഇത് എന്തായിരിക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വൈകുന്നേരം, ഇപ്പോൾ രാവിലെ 1111 കാണുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി 1111 അത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ നമ്പർ കാണാൻ പറ്റുമോ എന്നും സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നിങ്ങൾ അൺനോയിങ്ലി, നിങ്ങൾ അറിയാതെ നമ്പേഴ്സ് നിങ്ങൾ സ്വയം സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ നമ്പേഴ്സ് വരുന്നത് ഓട്ടോമാറ്റിക്കലി അറിയാതെ വരുന്നതല്ല. ഈ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, ഈ നമ്പേഴ്സ് ഞാൻ കാണുന്നുണ്ടോ എന്ന്. അപ്പം നമ്മുടെ മൈൻഡിൽ ഈ ഒരു സമയമാകുമ്പോൾ, അല്ലെങ്കിൽ സമയത്തിന്റെ വച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സമയം നോക്കുമ്പോൾ ഈ ഒരു ടൈം പീരീഡിന് മുമ്പ് ഈ ഒരു സമയമായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങൾ അറിയാതെ തന്നെ നോക്കി പോവാണ്. അത് ഫോഴ്സ്ഡ് ഏഞ്ചൽ നമ്പേഴ്സ് ആണ്. അതിന് മീനിങ്സ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതേപോലെ നമ്മളിപ്പോൾ ടൈമായിട്ട് ബന്ധപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ 1 മണിക്ക് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഇത്ര സമയത്ത് ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ 11 മണിക്കാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തോട് അടുപ്പിക്കുമ്പോൾ ടൈം നോക്കും, അല്ലെങ്കിൽ ഇന്നൊരു സമയത്ത് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ സമയത്ത് കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു സമയം അടുപ്പിച്ചിട്ട് ടൈം നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാധ്യതകൾ കുറവായിരിക്കും. അതുപോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്പേഴ്സ് അക്കങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ചെയ്യുന്നവരും എപ്പോഴും അക്കങ്ങളുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഏതു നേരവും നമ്പേഴ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട്, ഈ നമ്പേഴ്സ് ഇവിടെ കാണുമോ എന്ന് നമ്മൾ അറിയാതെ സെർച്ച് ചെയ്യാൻ തുടങ്ങും, മനഃപൂർവ്വം അല്ലാതെ അറിയാതെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ ടൈം നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ ഉള്ളതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അഥവാ അത് കാണുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മീനിങ്സ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എവിടെയെങ്കിലും എന്ത് കാണുന്നുണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. കാരണം അത് ഏഞ്ചൽ നമ്പേഴ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് അതിന്റെ പുറകെ പോവാതിരിക്കുക എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ പുതിയൊരു കാര്യം ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വേണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ ആ നമ്പേഴ്സ് പരതിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്സറിഞ്ഞത് പരതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ എവിടെയും അത് കാണും. അപ്പോൾ ഈ സിങ്ക്രോണിസിറ്റീസും സയൻസും ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ കരുതുന്ന രീതിയിൽ നമ്പർ കണ്ടു എന്ന് വെച്ചിട്ട് ഉടനെ ഏഞ്ചൽ നമ്പർ എന്നുള്ള രീതിയിൽ. അതുപോലെ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടൈം നോക്കി, ഞാൻ എല്ലായിടത്തും നോക്കിയിട്ടുണ്ടെങ്കിൽ
111 കണ്ടു എന്ന് പറയും. ഇപ്പോൾ 111 കണ്ടു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം 8:11 ആണ്. അപ്പോൾ ഞാൻ അവിടെ 111 കണ്ടു എന്നുള്ളത് പറയുമ്പോൾ അത് ഒരു ഏഞ്ചൽ നമ്പർ അല്ല, 8:11 ആണ് അവിടെ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 222 കണ്ടു എന്ന് പറഞ്ഞാൽ 10:22. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും 222 കണ്ടു എന്ന് പറയാം, അതൊരു ഏഞ്ചൽ നമ്പർ അല്ല. നിങ്ങൾ കണ്ടിന്യൂസ്ലി 222 അല്ലെങ്കിൽ 2222 എന്നുള്ളത് കാണുക. അങ്ങനത്തെ ഒരു രീതിയല്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു 2 കണ്ട, ഒരു 2 2 എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ അത് ഏഞ്ചൽ നമ്പർ ആവില്ല. അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ ഏഞ്ചൽ നമ്പർ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും സയൻസും സിൻക്രോണിസിറ്റീസും അല്ല എന്നുള്ളത് പറയുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയാണ്, ഫോഴ്സ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്താതിരിക്കുക. മാത്രമല്ല, നമ്മളുടെ ഉള്ളിലൊരു മൈൻഡ് സെറ്റ് പലരുടെയും വന്നിട്ടുണ്ട്, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്. അതേപോലെ തന്നെയാണ് ട്വിൻ ഫ്ലെയിമിന്റെ കാര്യം. ട്വിൻ ഫ്ലെയിം ആയാൽ എന്തോ ഒരു പ്രത്യേകതയാണ് എന്നുള്ള ചിന്തയുണ്ട് പലരിലും. അപ്പം അതുകൊണ്ട് ഞാൻ ട്വിൻ ഫ്ലെയിം ആണെന്ന് ജനറൽ ആയിട്ട് ഉള്ള ട്വിൻ ഫ്ലെയിം കാര്യങ്ങളും ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാനൊരു ട്വിൻ ഫ്ലെയിം ആണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ പോലെ തന്നെയാണ് ഇതും. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ഇതിലേക്ക് പോകാതിരിക്കുക. മറിച്ച് ഞാൻ അത് തീർച്ചയായിട്ടും ഒരു ടാരറ്റ് കാർഡ് റീഡർ എന്നുള്ള രീതിയിൽ പറയുകയാണ്, ഓവറായിട്ട് അതിന്റെ പുറകെ പോകാതിരിക്കുക. അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ സിൻക്രോണിസിറ്റീസ് കണ്ടെത്താം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ നമ്പേഴ്സ് ഒന്നും കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. വേറെ വഴികളിലൂടെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സൈൻസ് വരുന്നത്. ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും, ചിലപ്പോൾ പക്ഷിമൃഗാദികളായിരിക്കും. അത് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്തിടെയായിട്ട് കുറച്ച് ആളുകൾ മെസ്സേജസ് അയക്കുന്നുണ്ട്, ഫോണിലാണെങ്കിലും ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു. അതിൽ ചില ആളുകൾ ഈവൻ ഏഞ്ചൽ നമ്പേഴ്സേ അല്ല കാണുന്നത്, കാരണം അവർ കാണുന്നത് ഇപ്പോൾ 1611 എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അവർ 111 കണ്ടു, അതായത് ലാസ്റ്റ് 11 ഉണ്ടല്ലോ, അപ്പോൾ 111 ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നവരും ഉണ്ട്. അല്ലാതെ അതിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുത്തുന്നവരുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അനാവശ്യമായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് പിന്നെയും നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിനെ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പറയാണ്. ഓക്കെ, അതായത് നമ്മളെപ്പോഴും ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു അച്ചീവ്മെന്റ് ആഗ്രഹിക്കുമ്പോൾ അത് നേടാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു കാർഡ്സും പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു സ്ഥിരതയും സമാധാനമുള്ള അച്ചീവ്മെന്റും ഒക്കെ ഉണ്ടാവണം, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും സമൃദ്ധിയിലാണെങ്കിലും. അപ്പോൾ ആ ഒരു എനർജിയാണ്, അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കരയിലും വെള്ളത്തിലും അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക എന്താണ് ഉള്ളത് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.